Dear students, all are welcome to another class of management concept and principles. We are discussing about the chapter functions of management. In previous class, we learned about the various terms relating to the organization and forms of organization structure. In today, we discussing about the another types of organizational structure, that is line and staff organization structure. Okay, let us see the details. Line and staff organization. We already learned about the two types of organizational structure, that is line organization and functional organization. The third one is line and staff organization. Line and staff organization is a combination of line and functional organization. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈൻ അതുപോലെ തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ വളരെ വിശദമായ രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലൈൻ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ്റെയും ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെയും ഒരു കോമ്പിനേഷനാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൈൻ ഓർഗനൈസേഷനുള്ള ഫീച്ചേഴ്സും ഫങ്ഷണൽ ഓർഗനൈസേഷനുള്ള ഫീച്ചേഴ്സും രണ്ടും കൂടിച്ചേർത്തുകൊണ്ട് അതിൻ്റെ പോരായ്മകളൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഓക്കെ. In line and staff organization, line authority moves down in the same manner as in the line organization. We know that the line organizations follow the authority move from top level to lower level. അതായത് ലൈൻ ഓർഗനൈസേഷനിൽ നമ്മൾ അതോറിറ്റി മൂവ് ചെയ്യുന്നത് ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ്. അതേപോലെ തന്നെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിലും ആ ലൈൻ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതോറിറ്റി മൂവ് ചെയ്യുന്ന ആ ലൈൻ, അതായത് ഒരു വെർട്ടിക്കൽ ലൈൻ ടോപ്പ് ലെവലിൽ നിന്ന് അതോറിറ്റി ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബട്ട് ഇൻ അഡീഷണൽ സ്പെഷ്യലിസ്റ്റ് നോൺ ആസ് എ സ്റ്റാഫ് ആർ അറ്റാച്ച്ഡ് ടു ലൈൻ മാനേജേഴ്സ് ടു അഡ്വൈസ് ദം ഇൻ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. നമ്മൾ നേരത്തെ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ പറഞ്ഞു ഓരോ ഫങ്ഷണൽ ഏരിയാസ് ആക്കും, ഓരോ ഡിപ്പാർട്ട്മെന്റ് ആക്കും എന്നൊക്കെ പറഞ്ഞു. അവിടെ അതിന്റെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ എക്സ്പേർട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലൈൻ ആൻഡ് സ്റ്റാഫ് വരുമ്പോൾ നമ്മൾ ലൈൻ ഓർഗനൈസേഷന്റെ ആ ഒരു വെർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ അതോറിറ്റി ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു വെർട്ടിക്കൽ ലൈൻ ഫോളോ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓരോ സെക്ഷനിലേക്കും നമ്മൾ ഓരോ മാനേജേഴ്സിനും അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു. ആ ഓരോ ഏരിയയിലും വിശദമായ അഡ്വൈസുകൾ നൽകുവാനും വിശദമായ ഗൈഡൻസ് നൽകുവാനും വേണ്ടിയിട്ട് നമ്മൾ ആ ഓരോ മാനേജർക്കും നമ്മൾ അവിടെ ഓരോ സ്റ്റാഫ് അപ്പോയിന്റ് ചെയ്യുന്നു. ദാറ്റ് പേഴ്സൺ ഈസ് എ സ്പെഷ്യലിസ്റ്റ് അബൌട്ട് ദ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് ഓഫ് ദാറ്റ് ഏരിയ. അപ്പോൾ ആ ഏരിയയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായ നോളജ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും ആ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സും വന്നു, അതുപോലെ തന്നെ ലൈൻ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സും വന്നു കഴിഞ്ഞു. ഓക്കെ. അതുപോലെ തന്നെ ദ ലൈൻ മാനേജേഴ്സ് ആർ നോട്ട് സ്പെഷ്യലിസ്റ്റ്. നമ്മൾക്കറിയാം ലൈൻ മാനേജേഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ അവിടെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഈ ലൈൻ മാനേജേഴ്സിന് അവർ അഡ്വൈസും അസിസ്റ്റൻസും നൽകുന്നു. എപ്പോഴാണ് അവർക്ക് അഡ്വൈസും അല്ലെങ്കിൽ അസിസ്റ്റൻസും ആവശ്യമുള്ളത്, ആ സമയത്ത് ദേ പ്രൊവൈഡഡ് അസിസ്റ്റൻസ് ആൻഡ് അതർ അഡ്വൈസ് ടു ദ ലൈൻ മാനേജേഴ്സ് ഫോർ ദെയർ ബെറ്റർ വർക്ക് കണ്ടീഷൻ. അവർക്ക് അവരുടെ അല്ലെങ്കിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും ആവശ്യമായ അഡ്വൈസും അതുപോലെ തന്നെ അസിസ്റ്റൻസും ലൈൻ മാനേജേഴ്സിന് ഈ പറയുന്ന നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് നൽകുകയും ചെയ്യുന്നു. ദിസ് എനേബിൾസ് ദ ലൈൻ മാനേജർ ടു ക്യാരി ഔട്ട് ദെയർ ആക്ടിവിറ്റീസ് ബെറ്റർ. അതുകൊണ്ട് തന്നെ ഇത് അവരെന്തിനു സഹായിക്കുന്നു, അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാനും അവരുടെ ആക്ടിവിറ്റി ക്യാരി ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനെ അവരുടെ കുറച്ചുകൂടി കൂടുതൽ ബെറ്ററായി ചെയ്യുവാനും അവരെ സഹായിക്കുന്നു. ദെൻ ദ സ്റ്റാഫ് ഓഫീസേഴ്സ്
that means experts or specialists do not have any power to command the enterprises. They have no right to command to the organization or command in the organization or command to the employees. അപ്പോൾ ഈ പറയുന്ന നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന സ്റ്റാഫ് ഓഫീഷ്യേഴ്സിന് അല്ലെങ്കിൽ ഈ എക്സ്പേർട്ടിന് അല്ലെങ്കിൽ ഈ സ്പെഷ്യലിസ്റ്റിന് ഒരിക്കലും ഓർഗനൈസേഷനിൽ ഒരു കമാൻഡിങ് പവർ ഇല്ല. അവരെ അവരുടെ വിശദമായ ഒരു അഡ്വൈസിനും അവരുടെ സൂപ്പർവൈഷനും അവരുടെ നോളജും നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ളൂ. അല്ലാതെ അവർക്ക് ഓർഗനൈസേഷനിൽ കമാൻഡിങ് പവറോ അല്ലെങ്കിൽ എംപ്ലോയീസിനെ കമാൻഡ് ചെയ്യാനുള്ള പവറോ ഒന്നും അവർക്ക് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ദേ ആർ എംപ്ലോയിഡ് ഓൺലി ടു പ്രൊവൈഡ് അഡ്വൈസ് ടു ദ ലൈൻ ഓഫീസേഴ്സ്. They provide advice and other guidance to the line officers only. They are not to give such a privilege to command to the employees. അപ്പോൾ എംപ്ലോയീസിനെ കമാൻഡ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജസും അല്ലെങ്കിൽ ഒരു പവറും അവർക്ക് നമ്മൾ കൊടുക്കുന്നില്ല. അവർക്ക് കൊടുക്കുന്നത് ഓൺലി അവർക്ക് അഡ്വൈസ് നൽകുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അവർ ഓരോരുത്തരും അവരുടെ ഫീൽഡിൽ അവരെന്തായിരിക്കും, മാസ്റ്റേഴ്സ് ആയിരിക്കും. Then they consist of a production engineer, tool specialist, expert buyer, marketing expert. സാധാരണ ഇതിന്റെ എക്സാമ്പിൾ ആണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്. അതുപോലെ തന്നെ ടൂൾ സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം, എക്സ്പേർട്ട് ബയറെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം, മാർക്കറ്റിംഗ് എക്സ്പേർട്ടിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. അവരൊക്കെ അവരുടെ നോളജിനനുസരിച്ച് നമ്മൾക്ക് അഡ്വൈസ് നൽകുകയും ഗൈഡൻസ് നൽകുകയും ചെയ്യും. They provide advice, assistance and information to the line officers. The staff officers have no power to give orders to the line officers. ലൈൻ ഓഫീസേഴ്സിന് ഓർഡർ കൊടുക്കാനുള്ള അധികാരം ഒന്നും ആർക്കില്ല, ഈ പറയുന്ന അപ്പോയിന്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റിനോ അല്ലെങ്കിൽ സ്റ്റാഫ് ഓഫീസേഴ്സിനോ ഇല്ല. The staff officers are thinkers, but the line officers are doers. അപ്പോൾ സ്റ്റാഫ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ തിങ്കേഴ്സ് ആണ്. അവരത് കാര്യങ്ങൾ പറഞ്ഞ് തിങ്ക് ചെയ്തുകൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പറയുന്ന രീതിയിൽ ആർക്ക് അഡ്വൈസ് കൊടുക്കും, ലൈൻ ഓഫീസേഴ്സിന് അഡ്വൈസ് കൊടുക്കും. ഒരിക്കലും ലൈൻ ഓഫീസേഴ്സിന് ഓർഡർ കൊടുക്കാനുള്ള അവകാശമൊന്നും ആർക്കില്ല, ഈ സ്റ്റാഫ് ഓഫീസേഴ്സിന് ഇല്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇൻ ഷോർട്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഈസ് ദ ലൈൻ ഓർഗനൈസേഷൻ വിത്ത് സ്റ്റാഫ് ഫംഗ്ഷൻ ആൻഡ് ആഡൽ. അപ്പോൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലൈൻ ഓർഗനൈസേഷന്റെ കൂടെ ഒരു സ്റ്റാഫ് ഫംഗ്ഷനും കൂടി ആഡ് ചെയ്തതിനെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ലൈൻ ഓർഗനൈസേഷൻ വെർട്ടിക്കൽ ഫ്ലോ ഓഫ് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവിടെ നമ്മൾ ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്. സ്റ്റാഫ് മീൻസ് സ്പെഷ്യലിസ്റ്റ് ഓർ എക്സ്പേർട്ട്. അപ്പോൾ അവരെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അവരുടെ അഡ്വൈസും കൂടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലൈൻ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് പറയുവാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു പിക്ചർ. അപ്പോൾ നമ്മൾ ഇതാണ് ലൈൻ ഓർഗനൈസേഷൻ. ബോർഡ് ഓഫ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ്, ജനറൽ മാനേജർ, സൂപ്രണ്ടന്റ്, ഫോർമാൻ, വർക്കേഴ്സ്. ഇതാണ് ലൈൻ ഓർഗനൈസേഷൻ. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് ആയ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ലെങ്കിൽ ഓരോ ഏരിയയിലേക്കും ഓരോ മാനേജറിനും അവർക്ക് അഡ്വൈസ് നൽകാൻ വേണ്ടി നമ്മൾ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ജനറൽ മാനേജർക്ക് അഡ്വൈസ് നൽകാൻ R&D എഞ്ചിനീയർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറെ കൊടുക്കുന്നു. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അഡ്വൈസ് നൽകുന്നത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ആയിരിക്കും. അതുപോലെ തന്നെ R&D ഇതിന്റെ എഞ്ചിനീയർ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മാനേജറിന് വേണ്ടിയിട്ട് നമ്മൾ ലീഗൽ അഡ്വൈസറിയും അതുപോലെ പബ്ലിക് റിലേഷൻ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അവരുടെ അഡ്വൈസുകൾ, അവരുടെ ഗൈഡൻസ് ഈ പറഞ്ഞ മാനേജറിന് അല്ലെങ്കിൽ ഈ ലൈൻ മാനേജർക്ക് ആവശ്യമായ സമയത്ത് നൽകുകയും ചെയ്യും. അതുവഴി ലൈൻ മാനേജർക്ക് അവരുടെ പെർഫോമൻസ് കൂടുതൽ എന്താ പറയേണ്ടത് ബെറ്റർ ആക്കുവാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താണ് അതിന്റെ സ്യൂട്ടബിലിറ്റി എന്ന് നമ്മൾ നോക്കാം. ഇതിന്റെ സ്യൂട്ടബിലിറ്റി എന്താണെന്ന് നോക്കാം. വേർ ദ ബിസിനസ് ഇസ് ക്യാരിഡ് ഓൺ ലാർജ് സ്കെയിൽ. അതൊരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഈ ഒരു ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം അതിനനുസരിച്ച് ഓരോ എക്സ്പെർട്ടുകളെ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും നമ്മൾക്ക് അതിനനുസരിച്ച് ചിലപ്പോൾ ലൈൻ മാനേജർക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല ആ ഒരു ഏരിയയിൽ. അപ്പോൾ ആ ഏരിയയിൽ എക്സ്പെർട്ട് ആയവരുടെ അഡ്വൈസ് വാങ്ങുകയും അവരുടെ ഗൈഡൻസ് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ലാർജ് ഓർഗനൈസേഷനിലാണ് ഇങ്ങനെ ഒരുപാട് ഏരിയകൾ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ലാർജ് ഓർഗനൈസേഷനിൽ ഇത് സ്യൂട്ടബിൾ ആണെന്നാണ് പറയുന്നത്. വേർ ആർ ദ ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് മാനേജീരിയൽ ടാസ്ക്. അതായത് ഒരുപാട് തരത്തിലുള്ള കോംപ്ലക്സ് മാനേജീരിയൽ ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ മാനേജീരിയൽ ടാസ്ക് ആണ് ഓർഗനൈസേഷൻ ഉള്ളതെങ്കിൽ അവിടെ നമ്മൾക്ക് ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ നമ്മൾക്ക് നല്ലതാണ് എന്ന് പറയാം. കാരണം എന്താ,
അങ്ങനെ കോംപ്ലക്സ് ആയ മാനേജറിയൽ ടാസ്ക് ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നമുക്ക് അവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾക്ക് അതിലുള്ള അഡ്വൈസും അതുപോലെ തന്നെ അതിനാവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. Then where there are scientific activities ഒക്കെ ഉള്ളവിടത്ത് നമുക്ക് ഈ പറയുന്ന സയന്റിഫിക് മാനേജറെയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. Where we want to eliminate the defects of symbol. നമ്മൾ ഈ ലൈൻ ഓർഗനൈസേഷൻ്റെ ഒന്നാണ്, അത് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഡിഫക്ട്സ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ ഡിഫക്ട്സ് സിമ്പിളായ ഓർഗനൈസേഷനിലൊക്കെ അവരുടെ ഈ എലിമിനേറ്റ് ഡിഫക്ട്സ്, അതായത് സിമ്പിളായി നിന്നുള്ള ആ ഒരു ഡിഫക്ട്സ്, ആ പോരായ്മ എലിമിനേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ നമുക്ക് സ്യൂട്ടബിൾ ആണ്. ഓക്കെ. Then what are the advantages of line and staff organization? The first one, greater efficiency of line executives as a result of expert advice from staff officials. നമ്മൾ പറഞ്ഞു ഓരോ ലൈൻ എക്സിക്യൂട്ടീവിനും അല്ലെങ്കിൽ ലൈൻ മാനേജറിനും അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, അവിടെ ഒരു സബ്ജക്ട് എക്സ്പേർട്ടിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ സമയത്ത് പ്രോപ്പറായ അഡ്വൈസ് ലഭിക്കുന്നത് വഴി അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും. Then second one, reduction in the workload of line executive. ലൈൻ എക്സിക്യൂട്ടീവിന് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരുടെ വർക്ക് ലോഡ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കുറയും എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റും. The next one, less wastage of റിസോഴ്സ് പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല വിവരമുള്ള ഒരാളാണ് നമ്മളെ കൂടെ ഉള്ളതെങ്കിൽ നമ്മൾക്ക് റിസോഴ്സ് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമം ആയിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലെസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. Then fourth one, improved quality of production. നമ്മുടെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി തന്നെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മളൊരു പാരമ്പര്യമായ രീതിയിലായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും, ചിലപ്പോൾ ഒരു ടെക്നിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി ഒരു ടൂളൊക്കെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ, അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനാവശ്യമായ അഡ്വൈസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന സ്റ്റാഫ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി നമുക്ക് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മൾക്കിവിടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. Then fifth one, better balanced and more sound decision on account of information and expert. ഈ എക്സ്പേർട്ട് കൂടെ തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസിഷനൊക്കെ സൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ നല്ല ഡിസിഷൻ ആയിരിക്കും എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡിസിഷൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഈച്ച് ആൻഡ് എവറി നോളേജ് അവർക്ക് അറിയാം, അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ചായിരിക്കും നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഒരു സൗണ്ട് ഡിസിഷൻ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ മോർ ഫ്ലെക്സിബിൾ ആസ് കമ്പയർഡ് ടു ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. അവിടെ നമ്മൾക്ക് ഒരാൾ കമന്റ് കൊടുക്കും, അപ്പോൾ അങ്ങനെ അത് മാത്രമേ ഒരു ബന്ധമുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ എൻകറേജ്മെന്റ് ടു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ R&D പറഞ്ഞു, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വളരെ സ്കോപ്പ് ഉള്ള ഒരു ഇതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഓക്കെ. ദെൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഹാവ് എ സർട്ടൻ ലിമിറ്റേഷൻസ് ഓർ ഡിസഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക്. ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ്. അപ്പോൾ ഇങ്ങനെ 2 പേരെ അല്ലെങ്കിൽ 2-3 പേരെ നമ്മൾ അഡ്വൈസിന് വേണ്ടി വെക്കുമ്പോൾ തന്നെ അവിടെ ഈ ലൈൻ ഒഫീഷ്യൽസും അതുപോലെ തന്നെ സ്റ്റാഫ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അത് നമ്മൾക്കൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഒഫീഷ്യൽസ്. ദെൻ സെക്കൻഡ് വൺ, ചാൻസ് ഓഫ് കൺഫ്യൂഷൻ ഇഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ നോട്ട് ക്ലിയർ. ഇവിടെ എന്തുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് എക്സ്പേർട്ടിനൊക്കെ വെക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ, അതുപോലെ തന്നെ നമുക്ക് അവിടെ നമ്മുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ മനസ്സിലാകുകയും ചെയ്യില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ നമ്മൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് തരത്തിലുള്ള അഡ്വൈസുകളും നിർദ്ദേശങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ദർ ഇസ് എ ചാൻസ് ഓഫ് കൺഫ്യൂഷൻ. ഓക്കെ. ദെൻ നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ. ചെറിയ രീതിയിലുള്ള ഓർഗനൈസേഷനിൽ ഈ പറയുന്ന ഒരുപാട് എക്സ്പേർട്ടിനെ അപ്പോയിന്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് സ്മോൾ ഓർഗനൈസേഷനിൽ സ്യൂട്ടബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ഇൻ എ ഫ്യൂ ഹെഡ്സ്.
അപ്പോൾ നമ്മുടെ ഈ അതോറിറ്റി എന്ന് പറയുന്ന കാര്യം ചില ആളുകളുടെ കയ്യിൽ മാത്രം ഒതുങ്ങും. ഇവിടെ സെൻട്രലൈസേഷൻ വന്നുകൊണ്ട് ഡീസെൻട്രലൈസേഷൻ ഇല്ല. എന്താ പറയുക, കേന്ദ്രീകരണമാണ്. ചില ആൾക്കാരുകളിലേക്ക് മാത്രം അതോറിറ്റി കേന്ദ്രീകരിക്കും എന്നുള്ളതാണ്. ചില ആളുടെ തലയിൽ മാത്രം അതോറിറ്റി കേന്ദ്രീകരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ദെൻ എക്സ്പെൻസീവ് ബിക്കോസ് ഓഫ് ഹയർ സാലറീസ് ഓഫ് എക്സ്പെർട്ട്. നമുക്കറിയാം ഒരുപാട് സ്റ്റാഫിനെ അല്ലെങ്കിൽ എക്സ്പെർട്ടിനെ നിയമിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള സാലറി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു എക്സ്പെൻസീവായ പ്രോസസ് ആയിരിക്കും. The next one, lack of initiative on the part of line managers due to too much dependence on staff officials. അപ്പോൾ ഇവിടെ ലൈൻ മാനേജേഴ്സ് എല്ലാ കാര്യത്തിനും ഈ പറയുന്ന രീതിയിൽ എക്സ്പേർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ പ്രത്യേകമായിട്ട് അവർ ചിന്തിക്കുവാനോ അവരുടേതായ ഇനീഷ്യേറ്റീവ് എടുക്കുവാനോ അവർ തയ്യാറാവില്ല. കാരണം എല്ലാത്തിനും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയും ഇവരിലുള്ള കഴിവുകൾ നശിച്ചു പോകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവർ ഇനീഷ്യേറ്റീവ് എടുക്കാനും സാധ്യതയില്ല എന്നുള്ളതാണ് അനദർ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണ്. അതിൻ്റെ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ വിശദമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. എന്താ അത് ഏതിൻ്റെ കോമ്പിനേഷൻ ആണെന്നൊക്കെ. അതുപോലെ തന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സ്യൂട്ടബിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. എവിടേക്കാണ് ഇത് സ്യൂട്ടബിൾ ആവുന്നത് എന്നൊക്കെ വിശദമായ രീതിയിൽ പറഞ്ഞു. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞു. ദെൻ അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇനി വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ എന്താണെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്താണെന്നും പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us see. Line organization. In the line organization, specialization is altogether missing. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന കാര്യം ലൈൻ ഓർഗനൈസേഷനിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, സ്പെഷ്യലൈസേഷൻ എക്സിസ്റ്റ് ഇൻ ദ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ബിക്കോസ് വി അപ്പോയിന്റ് എ സർട്ടൻ സ്പെഷ്യലിസ്റ്റ് ഓർ എക്സ്പെർട്ട് എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ലൈൻ ഓർഗനൈസേഷനിൽ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ലൂസാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അവിടെ സ്ട്രിക്റ്റ് ആണ്. ഒരാളിൽ നിന്നേ കമാൻഡ് സ്വീകരിക്കാൻ പാടുള്ളൂ, ഒരാൾക്ക് മാത്രമേ ലയബിൾ ആവാൻ പാടുള്ളൂ, റെസ്പോൺസിബിൾ ആവാൻ പാടുള്ളൂ എന്നുള്ളൊക്കെ വിശദമായ ഒരു ക്ലിയർ കട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ട ഒരു വര തന്നെയുണ്ട്. അവിടെ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഉണ്ട് എന്ന് പറയാം ലൈൻ ഓർഗനൈസേഷനിൽ. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ കുറച്ചുകൂടി ലിബറൽ ആണ്. ഓക്കെ, ഇൻ ലൈൻ ഓർഗനൈസേഷൻ സ്റ്റാഫ് റിലേഷൻസ് ക്യാൻ ബി ആബ്സെന്റ്. ലൈൻ ഓർഗനൈസേഷനിൽ സ്റ്റാഫ് റിലേഷൻ ഉണ്ടാവില്ല. മനസ്സിലായോ? അവിടെ നല്ലൊരു സ്ട്രിക്റ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരാൾ മാത്രമായിട്ടാണ് റിലേഷൻഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള സ്റ്റാഫ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇൻ ദിസ് ടൈപ്പ് സ്റ്റാഫ് ആൻഡ് ലൈൻ റിലേഷൻസ് എക്സിസ്റ്റ് വിത്തിൻ ദ ഡിപ്പാർട്ട്മെന്റ് അകത്ത് തന്നെ. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് അകത്ത് തന്നെ സ്റ്റാഫ് ഓഫീഷ്യൽസും അതുപോലെ ലൈൻ മാനേജേഴ്സ് ഒക്കെ തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം തന്നെ ഉണ്ടാകുമെന്ന് പറയാം. അതുപോലെ തന്നെ ലൈൻ ഒഫീഷ്യൽസ് പ്ലാൻ ആൻഡ് എക്സിക്യൂട്ടീവ് വർക്ക് റിലേറ്റഡ് ടു ഓൾ ഫീൽഡ്. ലൈൻ ഓർഗനൈസേഷനിൽ ലൈൻ ഒഫീഷ്യൽസ് മാത്രമേ ഉള്ളൂ. അവർ തന്നെ പ്ലാൻ ചെയ്യും, അവർ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. എല്ലാ ഫീൽഡിലേക്കും അവർ തന്നെ പ്ലാൻ ചെയ്യും. അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് അറിയുന്ന പോലെ അവർ തന്നെ പ്ലാൻ ചെയ്യും, അവർ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ലൈൻ ഒഫീഷ്യൽസ് ആർ ഹെൽപ്ഡ് ബൈ ദ സ്റ്റാഫ് എക്സ്പെർട്ട് ഫോർ ഡൂയിങ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ വിവിധ തരങ്ങളിലായ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ട് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ലൈൻ ഒഫീഷ്യൽസിന് ആര് ഹെൽപ്പ് ചെയ്യും? ഈ സ്റ്റാഫ് എക്സ്പെർട്ട് ഹെൽപ്പ് ചെയ്യുമെന്നും പറയാം. അതുപോലെ തന്നെ ലൈൻ ഓർഗനൈസേഷൻ ഈസ് മീൻഡ് ഫോർ എ സ്മോൾ ഫേം. ലൈൻ ഓർഗനൈസേഷൻ സ്മോൾ ഫേമിനാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻസ് ഈസ് സ്യൂട്ടബിൾ ഫോർ എ മീഡിയം ആൻഡ് ലാർജ് ഫേംസ്. ഇത് മീഡിയം അല്ലെങ്കിൽ ലാർജ് ഫേമിനാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ ആവുക. പക്ഷേ ലൈൻ ഓർഗനൈസേഷൻ സ്മോൾ ഫേമിനാണ് സ്യൂട്ടബിൾ ആവുക. ഇതൊക്കെയാണ് ലൈൻ ഓർഗനൈസേഷനും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒന്നുകൂടി നോക്കാം. ലൈൻ ഓർഗനൈസേഷൻ സ്പെഷ്യലൈസേഷൻ അവിടെ ഇല്ല. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ അതുണ്ട്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആണ് ലൈൻ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നത്. മറ്റെവിടെ ആണെങ്കിൽ ഡിസിപ്ലിൻ കുറച്ചും കൂടി ലൂസാണ്, ലിബറലാണ്. അതുപോലെ തന്നെ ലൈൻ ഓർഗനൈസേഷനിൽ സ്റ്റാഫ് തമ്മിലുള്ള റിലേഷൻ ആബ്സെന്റ് ആണ്. ലൈൻ ഓർഗനൈസേഷനിൽ ലൈൻ ഒഫീഷ്യൽസോ അല്ലെങ്കിൽ ലൈൻ ഒഫീഷ്യൽസ് തമ്മിലുള്ള അല്ലെങ്കിൽ വർക്കേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ എവിടെയുണ്ട്? ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ അത് ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ
ലൈൻ ഓർഗനൈസേഷനിൽ ലൈൻ ഒഫീഷ്യൽസ് ആണ് പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ ഫീൽഡിലേക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ അവിടെ എക്സ്പേർട്ട് ഈ പറയുന്ന പ്ലാനിങ്ങിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അഡ്വൈസ് നൽകുവാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ നൽകുവാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലൈൻ ഒഫീഷ്യൽസിന് അവർ നല്ല രീതിയിൽ തന്നെ ഡൂയിങ് വർക്ക് ചെയ്യുവാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ലൈൻ ഓർഗനൈസേഷൻ സാധാരണ രീതിയിൽ സ്മോൾ ഓർഗനൈസേഷൻ ആണ് സ്യൂട്ടബിൾ. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ മീഡിയം അല്ലെങ്കിൽ ലാർജ് ഓർഗനൈസേഷൻ ആണ് സ്യൂട്ടബിൾ എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. The next one, difference between functional organization and line and staff organization. അപ്പോൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായ രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഫങ്ഷണൽ ഓർഗനൈസേഷനും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ദ ലൈൻസ് ഓഫ് അതോറിറ്റി ബിക്കം ഡയഗണൽ. ലൈൻസ് ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആണ്. നമ്മൾ പറഞ്ഞു ഓരോ ഫങ്ഷണൽ ഏരിയാസ് ആയിട്ട് അവിടെയാണ് നമ്മുടെ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഡയഗണൽ രൂപത്തിലാണ്. പക്ഷെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ലൈൻസ് ഓഫ് അതോറിറ്റി പറഞ്ഞാൽ വേർട്ടിക്കൽ തന്നെയാണ്. നേരത്തെ നമ്മൾ വേർട്ടിക്കൽ ആസ് വെൽ ആസ് ഒറിസോണ്ടൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേർട്ടിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ഒറിസോണ്ടൽ ഉണ്ട്. പക്ഷേ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ അത് ഒറിസോണ്ടൽ ആണ്, അതിൽ ഡയഗണൽ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ചിലപ്പോൾ വേർട്ടിക്കൽ ഉണ്ടാവാം, അതേപോലെ തന്നെ അവിടെ തന്നെ ഒറിസോണ്ടലിലും അവരുടെ ഈ പറയുന്ന ഫ്ലോ ഓഫ് അതോറിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ, ഇൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഹാവ് ആൻ ഈക്വൽ സ്റ്റാറ്റസ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഈക്വൽ സ്റ്റാറ്റസ് ആയിട്ടാണ് ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ കരുതുന്നത്. ഇൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് നോട്ട് സോ. അപ്പോൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും തുല്യ പ്രാധാന്യമല്ല, പക്ഷെ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും തുല്യ പ്രാധാന്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ദെൻ ഫങ്ഷണൽ മാനേജേഴ്സ് എൻജോയ് കംപ്ലീറ്റ് അതോറിറ്റി ഇൻ ദിയർ ഏരിയാസ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഫങ്ഷണൽ ഏരിയാസിൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ അവരുടേതായ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ഏരിയാസിലും ഫങ്ഷണൽ മാനേജർ അവരുടെ കംപ്ലീറ്റ് അതോറിറ്റിയും എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. കംപ്ലീറ്റ് അതോറിറ്റിയും ഉള്ളത് ഫങ്ഷണൽ മാനേജേഴ്സിന്റെ കയ്യിലാണ്. പക്ഷേ ഇൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് നോട്ട് എൻജോയ്ഡ് ബൈ സ്പെഷ്യലിസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് എൻജോയ്ഡ് ബൈ സ്പെഷ്യലിസ്റ്റ്. പക്ഷേ ഇവിടെ സ്പെഷ്യലിസ്റ്റ് അത് ഫുള്ള് എൻജോയ് ചെയ്യുന്നുണ്ട്, അതോറിറ്റി ഫുള്ള് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയില്ല. ദ നെക്സ്റ്റ് വൺ, ദീസ് പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് നോട്ട് അറ്റ് ഓൾ ഫോളോഡ്. ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല. ഓക്കെ, ഇവിടെയാണെങ്കിൽ ദ ഓർഗനൈസേഷൻ മേക്സ് എ സബോർഡിനേറ്റ് റെസ്പോൺസിബിലിറ്റി ഓൺലി വൺ സുപ്പീരിയർ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു സബോർഡിനേറ്റ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ഒരു സുപ്പീരിയർ മാത്രമേ റെസ്പോൺസിബിൾ ആവുന്നുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് എന്താ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. ദ നെക്സ്റ്റ് വൺ, സ്യൂട്ടബിൾ ഫോർ ലാർജ് എന്റർപ്രൈസസ്. ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ഫോർ ലാർജ് എന്റർപ്രൈസസ് ആണ്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ മീഡിയവും അതുപോലെ തന്നെ ലാർജ് എന്റർപ്രൈസസിനും നമുക്ക് സ്യൂട്ടബിൾ ആണ് എന്ന് പറയാം. ഇതൊക്കെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷനും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ നേരത്തെ കേട്ട കുറെ ടേംസുകളാണ്. ദെൻ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ടോപ്പിക്കായ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒന്നുകൂടി പറയുന്നു, നമ്മൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ ഏതൊക്കെ ടൈപ്സ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ രണ്ട് ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഫോർമൽ ഓർഗനൈസേഷൻ, ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ദെൻ സെക്കൻഡ് വൺ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു കാറ്റഗറീസ്, ദാറ്റ് ഈസ് ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ദെൻ ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്? ആ ഫോർമൽ ഓർഗനൈസേഷൻ ആ പേരിൽ തന്നെയുണ്ട്, ഫോർമൽ ആണത്. അതൊരു ഫോർമലാണ്, ഒരു ഫോർമൽ ചട്ടക്കൂടിനുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നോക്കാം നമ്മൾക്ക്. Formal organization is the organization structure deliberately created by management for achieving the objectives of the organization. അതായത് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവരുടെ അറിവോടുകൂടി അല്ലെങ്കിൽ അവർ കൃത്യതയോടുകൂടി അല്ലെങ്കിൽ അവർ ഒരു ലക്ഷ്യത്തോടു കൂടി അവർ അറിഞ്ഞുകൊണ്ട് തന്നെ
മനഃപൂർവ്വമായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ അവർക്ക് മാനേജ്മെന്റിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാവും. ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക്, ആ ഒരു പൊതുവായ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് വ്യക്തമായ മുൻകരുതലോടുകൂടി അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങളോട് കൂടി ഉണ്ടാക്കുന്ന ഓർഗനൈസേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. It is the organization structure deliberately created by the management. അവര് ഡെലിബറേറ്റ് ആയിട്ട് മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിംഗ് their common goals or objectives. Then it is officially created and clearly defined functions and relationship. ഇതൊരു ഒഫീഷ്യൽ ആണ്, ഫോർമൽ ആണ് എന്ന് പറയാം. അവർ അത് ഒഫീഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഓർഗനൈസേഷൻ ആണ്. അവിടെ ക്ലിയർ ആയിട്ട് എന്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും? ഓരോ ആളുടെയും ഫംഗ്ഷനും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റിലേഷൻഷിപ്പും, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഫംഗ്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അത് ഒഫീഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. അതാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അക്കോർഡിംഗ് ടു സ്കോട്ട്, എ ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് എ സിസ്റ്റം of coordinating activities of a group people working towards a common goal under authority and leadership. Formal organization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a system ആണ് coordinate activities of group of people. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? വർക്കിംഗ് ടുവേർഡ്സ് എ കോമൺ ഗോൾ അണ്ടർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരു പൊതുവായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരുടെ വർക്ക് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ക്ലിയർ ആയ അതോറിറ്റിയും ലീഡർഷിപ്പും കൊടുത്തുകൊണ്ട്, അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്ലിയർ ആയ അതോറിറ്റി ആൻഡ് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ഒരു പൊതുവായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, ഫങ്ഷൻസ് എന്താണ്, റിലേഷൻഷിപ്പ് എന്താണ്, ലീഡർഷിപ്പ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇദ്ദേഹം പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് എ സിസ്റ്റം ഓഫ് കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുവേർഡ്സ് എ കോമൺ ഗോൾ അണ്ടർ അതോറിറ്റി ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ അതോറിറ്റിയും ലീഡർഷിപ്പും ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഒരു പൊതുവായ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു കൂട്ടം ആൾക്കാരെ വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഒഫീഷ്യൽ വൺ എന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റും. ഇൻ ഷോർട്ട്, ഫോർമൽ ഓർഗനൈസേഷൻ ഇസ് എ ഒഫീഷ്യൽ സ്ട്രക്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ സ്ട്രക്ചർ ഉള്ള, ഒഫീഷ്യലി ക്രിയേറ്റഡ് ആണ് എന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായിരിക്കും ഇൻഫോർമൽ ഓർഗനൈസേഷൻ? നോക്കാം നമ്മൾക്ക്. Informal organization refers to the informal groups developed spontaneously within the formal organization on the basis of friendship or common interest. അപ്പോൾ നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചു എന്ന് വിചാരിക്കാം, ഒരു ഫോർമലായ ഒരു ഓർഗനൈസേഷൻ. അവിടെ ഈ പറയുന്ന മാനേജ്മെന്റ് ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ അവിടെ ആ ഓർഗനൈസേഷൻ്റെ അകത്ത് ഓരോ ഗ്രൂപ്പുകളാകും. അത് അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലോ റിലേഷൻഷിപ്പിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു കോമൺ ഇൻട്രസ്റ്റിന്റെ ബേസിലോ ഓർഗനൈസേഷനിലെ മാനേജർ അല്ലെങ്കിൽ മാനേജ്മെന്റ് അറിയാതെ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അറിയാണ്ട് തന്നെ അവരുടെ ഒരു പൊതു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ളവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ളവരിൽ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ പിന്നെ ഒരേ കോമൺ ആയിട്ട് പൊതു സ്വഭാവം കാണിക്കുന്നവരെല്ലാം ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ചില ആൾക്കാർ ചില ഭാഗത്ത് നിന്ന് വരുന്നവരൊക്കെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? ചിലപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ചിലപ്പോൾ അവരുടെ സ്വഭാവത്തിന്റെ ബേസിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇതൊന്നും മാനേജ്മെന്റ് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ജനറലി ലാർജ് ഫോർമൽ ഗ്രൂപ്പ്സ് ഗിവ് എ റൈസ് ടു സ്മോൾ ഇൻഫോർമൽ ഓർ സോഷ്യൽ ഗ്രൂപ്പ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ലാർജ് ഫോർമൽ ഗ്രൂപ്പ്സ്, അതായത് ഒഫീഷ്യൽ എന്ന ചട്ടക്കൂടിനകത്തുള്ള വലിയ രീതിയിലുള്ള ഫോർമൽ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ പോലും അറിയാതെ തന്നെ അവിടെ തന്നെ ചെറിയ ചെറിയ ഇൻഫോർമൽ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പുകൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. These groups may be based on some taste, language, culture or any other common factor.
അപ്പോൾ ഈ ഗ്രൂപ്പ് നമ്മൾ അറിയാതെ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ചിലപ്പോൾ അവരുടെ സ്റ്റേഷനനുസരിച്ച്, ലാംഗ്വേജിനനുസരിച്ച്, കൾച്ചറിനനുസരിച്ച്, എനി അതർ ഫാക്ടർ, ഒരു കോമൺ ഫാക്ടറിനനുസരിച്ച് ചിലപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യപ്പെടാം എന്നുള്ളതാണ്. അതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് ഗ്രൂപ്പ്സ് ആർ നോട്ട് പ്രീ പ്ലാൻഡ്. ഇത് പ്രീ പ്ലാൻഡ് ആയിട്ടുണ്ടാവുന്നതല്ല, അത് ഒരു ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിച്ചു പോകുന്നതാണ്. Then this develop automatically within the organization. Automatically ഓർഗനൈസേഷനിൽ അത് സംഭവിച്ചു പോകുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും. അപ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് അല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഫോർമൽ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിബറേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഓർഗനൈസേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് ഒഫീഷ്യൽ വണ്ണാണ്, അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ആ ഫോർമൽ ഓർഗനൈസേഷനിൽ ചില ആൾക്കാർ അവരുടെ കോമൺ ഇൻട്രസ്റ്റും കോമൺ ടേസ്റ്റ്, കോമൺ ലാംഗ്വേജ് അല്ലെങ്കിൽ കോമൺ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് അവർ അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സ്മോൾ ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ രണ്ട് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ക്രിയേറ്റഡ് ഡെലിബറേറ്റ്ലി ബൈ മാനേജ്മെന്റ്. ഡെലിബറേറ്റ് ആയിട്ട് തന്നെ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ, അത് നേരത്തെ പറഞ്ഞു. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ അങ്ങനെയല്ല. ഇറ്റ് ക്രിയേറ്റഡ് സ്പോണ്ടേനിയസ്ലി ആൻഡ് നാച്ചുറലി ഓർ ഓട്ടോമാറ്റിക്കലി. ഇത് സ്വാഭാവികമായിട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. മറ്റത് ക്രിയേറ്റ് എന്താ പറയണ്ടേ, ക്ലിയർ ആയ ഡെഫിനിഷൻ കൊടുത്ത് അല്ലെ ക്ലിയർ ആയ ഒബ്ജക്റ്റീവ് വെച്ചുകൊണ്ട് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. Then second one, it is created to achieve objectives of organization. ഇത് ഓർഗനൈസേഷന്റെ പൊതുവായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റഡ് ടു മീറ്റ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്. അതായത് ആ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഇസ് എ ക്യൂറ്റ് ലാർജ് ഇൻ സൈസ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ആയിരിക്കും. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ സൈസ് ആയിരിക്കും. അത് ഓരോ ആൾക്കാരും അവരുടെ അനുസരിച്ച് ഒരു സ്മോൾ സോഷ്യൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് മോർ ഓർ ലെസ് റിജിഡ് ഓർ സ്റ്റേബിൾ. ഇറ്റ് മേ കണ്ടിന്യൂ ഫോർ എ വെരി ലോങ് പീരീഡ് ഓഫ് ടൈം. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതൊരു റിജിഡ് ആയിരിക്കും, അതൊരു സ്റ്റേബിൾ ആയിരിക്കും, അതുപോലെ തന്നെ അത് ഒരു വലിയൊരു ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് പിന്നെ ഇറ്റ് മേ നോട്ട് ബി കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ബിക്കോസ് മെമ്പേഴ്സ് മേ ഫ്രം ഓൾട്ടർനേറ്റീവ് ഗ്രൂപ്പ്. അത് ചിലപ്പോൾ ലോങ് പീരീഡിലേക്ക് നിൽക്കുമെന്ന് പറയാം. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ളവർ മറ്റേ ഗ്രൂപ്പിലെ മെമ്പർ ആയിരിക്കും. അപ്പോൾ അത് ഒരു ഫ്ലെക്സിബിൾ ആണത്. അത് അവർക്ക് ഒരു ടേസ്റ്റിനനുസരിച്ച് അവർ മാറുകയും ചേരുകയും ചെയ്യും. അപ്പോൾ അതൊരു ഫ്ലെക്സിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ ഫിഫ്ത്ത് വൺ, ബിഹേവിയർ ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ഗൈഡഡ് ബൈ ദ ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഫോർമൽ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് ബിഹേവ് ചെയ്യേണ്ട ഒരു ഫോർമൽ റൂൾസും ഗൈഡൻസ് ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ അവിടെ മെമ്പേഴ്സ് ബിഹേവ് ചെയ്യൂ. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ റൂൾസും റെഗുലേഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഫോർമൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ബിഹേവ് ചെയ്യൂ. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ പറഞ്ഞാൽ ഈ ചട്ടക്കൂടിനൊക്കെ പുറത്താണ്. അപ്പോൾ അവിടെ ബിഹേവിയർ ഓഫ് മെമ്പേഴ്സ് ഈസ് ഗൈഡഡ് ബൈ നോംസ്, ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ അവിടെ ഇവരുടെ ബിഹേവിയർ ഗൈഡ് ചെയ്യുന്നത് ഈ റൂൾസോ റെഗുലേഷൻസോ അല്ല, അവരെ ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന നോംസോ അല്ലെങ്കിൽ അവരുടെ ബിലീഫോ, വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അവരുടെ വാല്യൂസോ ആയിരിക്കും. ആ ഗ്രൂപ്പിന്റെ പൊതു സ്വഭാവത്തിനനുസരിച്ചായിരിക്കും അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. Then sixth one, it has a clear and well defined structure. ഇവിടെ ഫോർമൽ ഓർഗനൈസേഷൻ ക്ലിയർ ഡിഫൈൻഡ് സ്ട്രക്ചർ ആയിരിക്കും. അത് ഒഫീഷ്യൽ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. മറ്റേത് എന്ന് പറയുന്നത് അൺഒഫീഷ്യൽ ആണ്, പ്രീ പ്ലാൻഡ് അല്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ ഉണ്ടാവണമെന്നില്ല, നിർബന്ധമില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അത് പ്രീ പ്ലാൻഡ് അല്ല, അത് അൺഒഫീഷ്യൽ ആണ്, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിൽ പ്ലാൻഡ് ആണ്, ഒഫീഷ്യൽ ആണ്, വെൽ ഡിഫൈൻഡ് ആണ്. ദെൻ സെവൻത്ത് വൺ, ഇറ്റ് മേക്സ് എ മോർ യൂസ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ സാധാരണ ഫോർമൽ ഓർഗനൈസേഷനിൽ സാധാരണ രീതിയിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതൽ ഉണ്ടാവുക. ഫോർമലുമായിട്ട് നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച ഫോർമലായ കാര്യങ്ങളെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഫോർമൽ ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉണ്ടാവുക. അവരുടെ ആശയങ്ങളും ചിന്തകളും അവരുടെ ടേസ്റ്റുകളും അവരുടെ ഈ പറഞ്ഞ ലാംഗ്വേജുകളും അവരുടെ കൾച്ചറുകളും വാല്യൂസിനെ കുറിച്ചൊക്കെയാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതൊരു ഫോർമൽ അല്ല. ഓക്കെ, ഇവിടെയാണെങ്കിൽ അതൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഇതൊക്കെയാണ്
ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിലെ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സെക്ഷനുകളായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിലെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ ക്ലാസ്സുകളും നിർബന്ധമായിട്ടും വീണ്ടും കാണുക നിങ്ങൾ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ നോട്ട് നിർബന്ധമായിട്ടും ഈ ഒരു ചാപ്റ്ററിന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതുമാണ്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായി നമ്മൾക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്